പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് പല വിധത്തിലുള്ള സാക്ഷ്യപത്രങ്ങൾക്ക് തുടർച്ചയായി റവന്യൂ ഓഫീസിലേക്ക് വരേണ്ടി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കൽ കൂടിയാണ് ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് എന്ന ആശയത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത്. ഈ സാമ്പത്തിക വർഷം ഇതിനായി ഈ സാമ്പത്തിക വർഷം വെച്ചാൽ അടുത്ത മാർച്ചിന് ശേഷമുള്ള അടുത്ത സാമ്പത്തിക വർഷം ഇതിനായി 2 കോടി രൂപ നീക്കിവെച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല നിലക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് കാണേണ്ടത്. എല്ലാ സേവനങ്ങളും ഡിജിറ്റലാവുകയാണ്. എല്ലാറ്റിൻ്റെയും ഉദ്ദേശം നമ്മുടെ മുന്നിൽ പല വട്ടങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്ന ആ സാധുക്കളുടെ, പാവപ്പെട്ടവരുടെ വിഷമത പരിഹരിക്കുക എന്നുള്ളതാണ്. റവന്യൂ വകുപ്പ് മുഖേന നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ മാത്രമല്ല, എല്ലാ പേയ്മെന്റുകളും ഡിജിറ്റലാക്കാൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 10 കോടിയിലധികം സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസികൾക്ക് സാക്ഷ്യപത്രങ്ങൾക്ക് അപേക്ഷ നൽകുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 1600-ലധികം വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് റവന്യൂ വകുപ്പിൽ ഈ ഓഫീസ് സംവിധാനം നടപ്പാക്കിയത്, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഒരുക്കിയത്. ആധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ ആകെ പരിഷ്കരിക്കുകയാണ്. 515 വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 184 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അടുത്ത സാമ്പത്തിക വർഷം 222 വില്ലേജ് ഓഫീസുകളെ കൂടി സ്മാർട്ടാക്കി മാറ്റാൻ കഴിയും എന്നാണ് കാണുന്നത്.